എന്തുകൊണ്ട് 90കളിലെ തലമുറയും 80കളിലെ തലമുറയും 70കളിലെ തലമുറയും ചെയ്യാത്ത കാര്യങ്ങൾ 2000ലെയും 2010ലെയും ജനിച്ച തലമുറകൾ ചെയ്യുന്നു എന്നതിനുള്ള യഥാർത്ഥ കാരണം നിങ്ങൾക്ക് ആർക്കെങ്കിലും കണ്ടെത്താൻ കഴിയുമോ? നമ്മൾ എന്തുകൊണ്ട് ചെയ്തില്ല? നമുക്ക് നമ്മുടെ അധ്യാപകരെ ബഹുമാനമായിരുന്നു, സ്നേഹമായിരുന്നു, ഭയമായിരുന്നു. നമുക്ക് നമ്മുടെ അമ്മയെ സ്നേഹമായിരുന്നു, ബഹുമാനമായിരുന്നു, ഭയമായിരുന്നു. സമാനമായ രീതിയിൽ നമുക്ക് അച്ഛനെ സ്നേഹമായിരുന്നു, ബഹുമാനമായിരുന്നു, ഭയമായിരുന്നു. സമാനമായ രീതിയിൽ നമുക്ക് നമ്മുടെ ചുറ്റുപാടുകളെയും സമൂഹത്തെയും നമ്മൾ ഭയപ്പെട്ടിരുന്നു. കുറെയൊക്കെ നമ്മൾ ഈശ്വരനെ ഭയപ്പെട്ടിരുന്നു. ഈ ഭയം എന്ന് പറയുന്ന വികാരത്തെ ഏറെക്കുറെ ഇന്നത്തെ തലമുറയിൽ കട്ട് ചെയ്തു കളയും. നല്ലതാണ്. ഭയം എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ അടിസ്ഥാനപരമായിട്ടുള്ള വികാരമാണ്. ആ വികാരത്തെ കട്ട് ചെയ്ത് കളയുമ്പോൾ സംഭവിക്കുന്ന അപകടങ്ങളാണ് ഇപ്പോൾ നിങ്ങളുടെ കൺമുന്നിലൂടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ ലളിതമായിട്ടുള്ള ഉത്തരവാണ്. അദ്ദേഹത്തിനെ പോലുള്ള ആളുകൾ അവരുടെ തലമുറയിൽ, അവരുടെ ബാല്യകാലത്തിൽ എന്തുകൊണ്ട് ഇങ്ങനെയൊന്നും ചെയ്തില്ല? അവർക്ക് ഭയം ഉണ്ടായിരുന്നു, ബഹുമാനം ഉണ്ടായിരുന്നു, പേടി ഉണ്ടായിരുന്നു. എങ്ങനെയാണ് ആ ഒരു പേടി, ഭയം എന്ന് പറയുന്ന ഒരു കാര്യം അന്നത്തെ കാലത്ത് കൂടുതലായി ഉണ്ടാവുന്നത്? അത് ഓരോ കാലഘട്ടത്തിലും കുറഞ്ഞു വരും. നിങ്ങൾ ആരെയാണ് ഭയക്കുന്നത്? നിങ്ങളുടെ മുകളിലുള്ള ആളുകൾ, അധ്യാപകർ, അതേപോലെ തന്നെ നാട്ടിലെ പ്രമാണിമാർ, എല്ലാ ആളുകളും ഭയക്കുകയാണ്. എവിടെ നിന്നാണ് നിങ്ങൾക്ക് ആ ഒരു ഭയം വരുന്നത്? ഓവറായിട്ടുള്ള ബഹുമാനം വരുന്നത്, പേടിയിൽ നിന്നുള്ള ബഹുമാനം വരുന്നത് നിങ്ങളുടെ മാതാപിതാക്കളിൽ നിന്നാണ്. അവരും ആ ഒരു കാലഘട്ടത്തിൽ കുറേയധികം ആളുകളെ ഭയന്നിരുന്നു. അവർക്ക് ആ ഒരു ഭയം എവിടെ നിന്നാണ് കൂടുതൽ വന്നത്? അവരുടെ മാതാപിതാക്കൾ അതിലേറെ ഭയന്നിരുന്നു. അവരുടെ മാതാപിതാക്കൾ ജന്മികളെ ഭയന്നിരുന്നു. അവരുടെ മാതാപിതാക്കൾ ആ ഒരു കാലഘട്ടത്തിലെ ബ്രിട്ടീഷുകാരെ ഭയന്നിരുന്നു. സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. അതിനുശേഷം സ്വാതന്ത്ര്യം കിട്ടിയ ആളുകളുടെ മക്കളായിട്ട് വന്ന ആളുകൾക്ക് കുറച്ച് ഭയം കുറഞ്ഞു. അപ്പോൾ നല്ല സ്വാതന്ത്ര്യത്തിൽ ജീവിക്കുന്ന ഇപ്പോഴത്തെ പേരൻസിന്റെ കുട്ടികൾക്ക് അത്രയും കൂടെ ഭയക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ അഖിൽമാരാണെങ്കിലും ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും നിങ്ങളുടെ മക്കളുടെ മുൻപിൽ ആരെങ്കിലുമൊക്കെ പേടിച്ച് ജീവിക്കുന്ന സാഹചര്യങ്ങൾ കാണിച്ചു കൊടുക്കാറുണ്ടോ? ഇല്ല. അങ്ങനെ ആരെയും പേടിയില്ലാത്ത ശക്തനായിട്ടുള്ള വ്യക്തിത്വമുള്ള പവർഫുൾ ആയിട്ടുള്ള ആളാണ് നിന്റെ അച്ഛനും അമ്മയും എന്ന് പറഞ്ഞു കൊടുക്കുന്ന പേരൻസ് ആണ് കൂടുതൽ. അങ്ങനെ കൊടുക്കാനായിട്ടുള്ള സാഹചര്യങ്ങളുണ്ട്. ഒരു കാലത്ത് അങ്ങനെ ഉണ്ടായിരുന്നില്ല. ആ ഒരു പേരൻസിന്റെ മക്കളായിട്ട് വരുന്ന സമയത്ത് അവർക്ക് പേടി കുറയും. ഇനി ഉണ്ടാവുന്ന ജനറേഷൻ അത്ര കൂടെ പേടി ഉണ്ടാവില്ല.